ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിൻ്റെ 19-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ നോമ്പ് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. കപർന്നഹൂമിലെ സിനഗോഗിൽ വെച്ച് യേശു അധികാരികതയോടെ പ്രബോധനം നടത്തുന്നതും അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നതുമായ അത്ഭുതകരമായ സംഭവത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. നിയമജ്ഞരിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിൻ്റെ അധികാരത്തിലുള്ള പ്രബോധനവും ദുഷ്ടശക്തികൾക്കു മേലുള്ള അവൻ്റെ പരമാധികാരവും ഈ ഭാഗം വ്യക്തമാക്കുന്നു. ഇത് യേശുവിൻ്റെ ദൈവീകതയും പ്രശസ്തിയും ഗലീലയിൽ വ്യാപിക്കുന്നതിന് കാരണമായി. വചനം തന്നെയായ യേശു മശിഹ ആ വചനത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രമേൽ ബോധ്യത്തിലും ആഴത്തിലുമാണ് അവൻ വചനം പകർന്നു നൽകുന്നത്. യേശു അധികാരമുള്ളവനെ പോലെയാണ് വചനം പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ശ്രോതാക്കൾക്ക് അത് പുതിയൊരു അനുഭവമായത്. ഈ അധികാരികത യേശുവിൻ്റെ വലിയൊരു സവിശേഷതയാണ്. പിതാവായ ദൈവത്തോടുള്ള ആ ഒരു വലിയ സ്നേഹബന്ധത്തിൽ നിന്ന്, പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു വലിയ അധികാരത്തോടു കൂടെ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. താൻ പോയ വഴികളിലെല്ലാം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റുന്നവനായി മുന്നോട്ട് പോയപ്പോൾ അത് തൻ്റെ ജീവിതത്തിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഒരുപോലെ ഒന്നിച്ചു പോകുന്നതായിരുന്നു. അതായിരുന്നു യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ അധികാരികത. അതുകൊണ്ട് ഈ സുവിശേഷം നമ്മുടെ മുൻപിലേക്ക് ഏറ്റവും പ്രധാനമായി തരുന്ന കാര്യമാണ്, ദൈവം നമ്മളെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ച സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ ആ ഒരു വലിയ ജീവിതത്തിൻ്റെ അധികാരികത അത് നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തോട് ചേർന്ന് ദൈവഹിതത്തിന് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് ജീവിത വിശുദ്ധി. ഈ വേദഭാഗത്ത് കാണുന്ന പിശാചു ബാധിതൻ പറയുന്ന വാക്കുകളുടെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം പറയുന്നത്, നസ്രയനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന്. ചരിത്രത്തിൽ ജീവിക്കുന്ന ദൈവത്തെയാണ് ഈ പിശാചു ബാധിതൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. മറ്റൊന്ന്, നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് പിശാചു ബാധിതൻ പറയുന്നു. ഇവിടെയാണ് യേശു ഇടപെടുന്നത്. അവനെ ശാസിച്ചുകൊണ്ട് നിശബ്ദനായിരിക്കാൻ പറയുകയാണ്. ദൈവത്തെ ഏറ്റുപറയേണ്ടത്, ദൈവത്തിലുള്ള വിശ്വാസം കടന്നു വരേണ്ടത് ദൈവത്തിൻ്റെ മക്കളിൽ നിന്നായിരിക്കണം. നമുക്ക് സ്വയം ചിന്തിക്കാം, എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളമുണ്ട്? എനിക്ക് യേശുവിനെ ഏറ്റുപറയാൻ, യേശുവിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവത്തെ എത്രമാത്രം സ്നേഹത്തോടെ അറിയുവാൻ പരിശ്രമിക്കുന്നോ, എത്രമാത്രം വിശ്വാസത്തിൻ്റെ ആഴം അറിയുവാൻ സാധിക്കുന്നോ, അത്രമാത്രം വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് സാധിക്കും. ഈ നോമ്പ് കാലത്ത് ജീവിതത്തിൻ്റെ അധികാരികത, ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.